തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആരോഗ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ്. ആരോഗ്യമന്ത്രി തന്നെ സമ്മതിച്ചു സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ആ സിസ്റ്റം തകരാറിലാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല, കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നൂറുകണക്കിന് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്നത്. ഇതിൽ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കരുത്. അവർ സ്വയം രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തുടങ്ങിയവർ വേണുവിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. വേണുവിന്റെ 2 കുട്ടികളുടെയും പഠന ചെലവ് ഏറ്റെടുക്കുന്നതായി ഷിബു ബേബി ജോൺ കുടുംബത്തെ അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഭാര്യ സിന്ധു 24നോട് ഇന്ന് കണ്ണീരോടെ വിവരിച്ചു. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകി എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം. ആ പ്രതികരണങ്ങൾ കൂടി. ICUലോട്ട് ഞാൻ കൊണ്ടുവിടുന്നു. നല്ല ശ്വാസം മുട്ടലുണ്ട്. ഞാനും കൂടെ പിടിച്ചായിരുത്തുന്നത്. ഞാൻ വന്ന് എൻ്റെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ ഇരുന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. വേണുവിൻ്റെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ വരാൻ പറയുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിളിച്ചു വരുന്നത്. ഞാൻ ചോദിച്ചു അതെന്ത് പറ്റി, എന്താ അത് വേണുവിൻ്റെ നല്ല സീരിയസ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് കയറ്റിവിടെ എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ അവർ ക്രിയാറ്റിൻ അല്ല അവിടെ പറഞ്ഞത്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റിയത്. ഏതോ ഒരു ഡോക്ടറാണ് പറഞ്ഞത് അത് വേണുവിൻ്റെ നെഞ്ചിൽ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്നത്, അതുകൊണ്ടുള്ള ശ്വാസം മുട്ട, അത് ഞങ്ങൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ആ ടൈമിൽ തന്നെ പേഷ്യൻ്റ് മരിച്ചു കാണും. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങി കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. അരുൺരാജ് ഒപ്പം മേഘന മുരളി വിശദാംശങ്ങളുമായി. അരുൺരാജാണ് ഈ വാർത്ത ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ആദ്യം നമ്മൾക്ക് ലഭിച്ചത് ഈ വേണുവിൻ്റെ ഒരു ശബ്ദ സന്ദേശമാണ്. അത് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശമാണ്. എത്രത്തോളം ബുദ്ധിമുട്ടാണ് താൻ അനുഭവിക്കുന്നത് എന്നത് അദ്ദേഹം വിവരിക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വിഷമം ഉണ്ടാകും. ഒരു നായയോട് കാണിക്കുന്ന കനിവ് പോലും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത് കാര്യങ്ങൾ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയാണ് മണിക്കൂറുകൾ കഴിയുമ്പോൾ. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ഒരു വിശദീകരണം നൽകുകയാണ്. അത് കുറേ സാങ്കേതിക കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ താൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഈ വേണു കൃത്യമായി തന്നെ പറയുന്നു. കൂടാതെ ഇതെല്ലാം കണ്ടു നിന്ന കുടുംബം, ഭാര്യ നമ്മളോട് ഇന്നലെയും പ്രതികരിച്ചു, ഇന്നും പ്രതികരിക്കുന്നു. വലിയ വൈരുദ്ധ്യമുണ്ട് ഇതിൽ ഡോക്ടേഴ്സ് പറയുന്നതിലും ഒപ്പം തന്നെ കുടുംബം പറയുന്നതിലും. പക്ഷേ ഏറ്റവും പ്രധാനം ഒരു വലിയ തെളിവായി ഒരു മരണമൊഴി എന്ന തരത്തിലേക്ക് തന്നെയാണ് വേണുവിൻ്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത് എന്നത് തന്നെയല്ലേ അരുൺരാജ്? അനുജ, തീർച്ചയായും വേണു നേരിട്ട ദുരിത യാതന അത് വിവരിക്കുന്നതാണ് വേണുവിന്റെ വാക്കുകളിൽ നിന്ന് അവസാന ഘട്ടത്തിൽ പുറത്തേക്ക് വന്നത്. സുഹൃത്തിനയച്ച ആ ഓഡിയോ സന്ദേശം കേട്ട ഓരോ മനുഷ്യനും ആ മനുഷ്യൻ മനസ്സിൽ നിന്ന് അത് മാറുകയില്ല, മായ്ക്കാൻ കഴിയുകയില്ല. അത്രത്തോളം ആ വേദന ആ ഓഡിയോ സന്ദേശത്തിൽ വേണുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തുടക്കം മുതൽ ഡോക്ടർമാർ പറയുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ലെന്നാണ്. അതിനെ ഇന്ന് അക്കമിട്ട് നിരത്തുന്നുണ്ട് കുടുംബം. ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കുടുംബം രംഗത്ത് വരുന്നത്. ക്രിയാറ്റിൻ ലെവൽ കൂടി എന്നുള്ളതായിരുന്നു മെഡിക്കൽ കോളേജിന്റെ ആദ്യത്തെ വാദം. പക്ഷേ ക്രിയാറ്റിൻ ലെവൽ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരവും തങ്ങൾക്ക് കൈമാറിയിട്ടില്ല മെഡിക്കൽ കോളേജിൽ നിന്നാണ് കുടുംബം ഒന്നാമതായി പറയുന്നത്. 2 ഈ ചെസ്റ്റിൽ നീർക്കെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരമൊരു നീർക്കെട്ടിനെ കുറിച്ച് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞത്. അതിനു മുമ്പ് ചികിത്സിച്ച ഒരു ഡോക്ടർ പോലും ഇത്തരമൊരു ബുദ്ധിമുട്ട് വേണുവിന് ഉണ്ടായിട്ടുള്ളതായോ വേണുവിന്റെ ആരോഗ്യനില മോശമാണെന്നോ എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യവും പറഞ്ഞില്ല എന്നുകൂടി ഈ കുടുംബം വ്യക്തമാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരുടെ മുമ്പിലും ഏത് അന്വേഷണത്തിന് മുമ്പിലും തെളിവുകൾ അടക്കം നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്ന് കൂടിയാണ്
കുടുംബം ഇന്ന് നിലപാട് കൂടുതൽ കടുപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബം ചോദിക്കുന്നത് തലവേദനയ്ക്കുള്ള മരുന്ന് പോലും ഡോക്ടർ നിർദ്ദേശിച്ച മരുന്ന് അവിടെ മെഡിക്കൽ കോളേജിൽ ലഭിച്ചില്ല എന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. ഒടുവിൽ തന്റെ കയ്യിൽ നിന്ന് മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവിടെ കൊടുക്കുകയാണ് ചെയ്തത്. അത്ര മോശമായ ഒരു സാഹചര്യം ഉണ്ടായി. കൺസൾട്ട് ചെയ്ത ഡോക്ടർ അല്ലാതെ മറ്റൊരു ഡോക്ടർ അത്യാവശ്യ ഘട്ടങ്ങളിൽ മെഡിക്കൽ കോളേജിൽ നോക്കാറില്ല. അത്തരമൊരു അവസ്ഥ മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്ന് കൃത്യമായി തന്നെ ഈ കുടുംബം വിവരിക്കുന്നു. വേണുവിന്റെ വാക്കുകളിലും അത് വ്യക്തമായിരുന്നു. എന്തായാലും സംഭവത്തിൽ നീതിപൂർണമായ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സമീപത്തുള്ള രോഗികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിയാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും എന്നുകൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ശക്തമായ അന്വേഷണത്തിനൊപ്പം തന്നെ ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധം കൂടി ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം ഈ വേണുവിന് നേരിട്ടത് അനാസ്ഥയാണ്, ചികിത്സാ നിഷേധമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്തായാലും ഇന്ന് ഈ വേണുവിന്റെ മക്കളുടെ ഈ ചികിത്സാ ചെലവ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചെലവ് അടക്കമുള്ള കാര്യങ്ങൾ RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് മേഘന മുരളി കൂടിയുണ്ട്. മേഘന, ഇതിപ്പോൾ ഏറ്റവും പ്രധാനം സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കുടുംബങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കുടുംബം ഈ ആശുപത്രിയിൽ കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നതൊക്കെ ആകാം പുറം ലോകം അറിയുന്നത്, അവരിലൂടെ മാത്രം അറിയുന്നു എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം വേണു പറഞ്ഞ കാര്യങ്ങൾ അത് ശബ്ദ സന്ദേശം എന്ന തരത്തിലൊരു തെളിവായി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഡോക്ടേഴ്സ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് അദ്ദേഹം തന്നെ പറയുകയാണ്. അതിനൊപ്പം ചേർത്തുകൊണ്ടാണ് ഭാര്യയെ ഒക്കെ ചില കാര്യങ്ങൾ പറയുന്നത്. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ഡോക്ടേഴ്സിന് ഒഴിയാൻ കഴിയുന്നത്? ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ. പക്ഷെ മന്ത്രി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. ഇതിലെങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും അനുജ, വേണുവിന്റെ വീട്ടിൽ നിന്ന് വേണുവിന്റെ ഭാര്യയുടെ വിലാപം നമ്മൾ രാവിലെ മുതൽ കേൾക്കുകയാണ്. അവർ ആവർത്തിച്ച് പറയുന്നത് ചികിത്സ വൈകിപ്പിച്ചു, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ 1-ാം തീയതി എത്തിയിട്ടും കാര്യമായ ചികിത്സ നൽകിയില്ല, കാര്യമായ പരിഗണന തന്നില്ല എന്നുള്ളതാണ്. ആദ്യം ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ എമർജൻസി വിഭാഗത്തിലേക്ക് എത്തിക്കുമ്പോൾ ജൂനിയർ ഡോക്ടർ മാത്രമാണ് തങ്ങളെ ഭർത്താവിനെ നോക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ആവർത്തിച്ച് പറയുന്നു. അത് നമുക്കൊരു വിലാപമായി തന്നെ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ മെഡിക്കൽ കോളേജിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തന്നെ 24 ഈ വാർത്ത ഇന്നലെ പുറത്തുവിടുന്ന സമയത്ത് തന്നെ മണിക്കൂറുകൾക്കകം തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് അങ്ങനെ ഒരു ചികിത്സാ പിഴവില്ല, സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതാണ്. സാധ്യമായതെല്ലാം ചെയ്തിട്ടും ഇങ്ങനൊരു വാർത്ത വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് വളരെ ദുഃഖകരം എന്നുള്ള കാര്യമാണ് ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ അവർ എന്തുകൊണ്ട് ഈ ആശുപത്രിയിൽ വെച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചില്ല, കൂടാതെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിയുന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ചോദിക്കുകയും ചെയ്തതാണ്. കൂടാതെ ആൻജിയോഗ്രാം ചെയ്യേണ്ട സമയം കഴിഞ്ഞിരുന്നു, ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ സ്ട്രോക്ക് വന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അതിൽ പരിമിതികളുണ്ട്, ചികിത്സ നൽകുന്നതിനടക്കം പരിമിതികളുണ്ട്. കാർഡിയോളജി വിഭാഗത്തിൽ തന്നെയായിരുന്നു അഡ്മിറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതിന്റെ തുടർച്ച തന്നെയാണ് ഇന്നും കാർഡിയോളജി വിഭാഗം മേധാവി മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കാർഡിയോളജി വിഭാഗം HOD ആയിട്ടുള്ള ഡോക്ടർ മാത്യു ഐപ്പാണ് ഇന്ന് മാധ്യമങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഭാര്യയുടെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ ഈ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൽ പറയുന്നത് നവംബർ 1-നാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആ സമയത്ത് തന്നെ അറ്റാക്കാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് രോഗി ആശുപത്രിയിൽ എത്തിയത് 24 മണിക്കൂർ വൈകിയാണ്. 5-ാം തീയതി ഹാർട്ട് അറ്റാക്ക് വീണ്ടും വരുന്നു, വെന്റിലേറ്ററിലാക്കുന്നു, പിന്നീട് മരണം സ്ഥിരീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ കാർഡിയോളജി വിഭാഗം മേധാവി പറയുന്നത്. കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സ കൊടുത്തിട്ടുണ്ട്, പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ചികിത്സയും നൽകി കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടാകുന്ന ഈ അറ്റാക്ക് വന്ന വ്യക്തികളിൽ ഈ ഒരു ചികിത്സ എത്രത്തോളം അത് ഏൽക്കുമെന്നുള്ള കാര്യം അല്ലെങ്കിൽ ചികിത്സ എത്രത്തോളം ഗുണകരമാകുമെന്നുള്ള കാര്യമൊക്കെ ഒരു 10% മാത്രമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അത് ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ വസ്തുതാവിരുദ്ധമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് വിശദീകരണമായി വരുന്നത്. അങ്ങനെ ഒരു പിഴവ് ഇവിടെ ഉണ്ടായിട്ടില്ല. കൂടാതെ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന രോഗികളെല്ലാം ഗുരുതര സ്വഭാവമുള്ള അല്ലെങ്കിൽ ഗുരുതര രോഗമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കട്ടിൽ ഒഴിയുന്നതിനനുസരിച്ചാണ് രോഗികൾക്ക് കട്ടിൽ നൽകാറുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആശുപത്രിയിൽ നിന്ന് പറയുന്നു. പക്ഷേ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിൽ അക്കമിട്ട് പറഞ്ഞാണ് വേണുവിന്റെ കുടുംബം ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഒരു അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ വേണ്ടി മന്ത്രി തന്നെ ഇന്നലെ ശുപാർശ ചെയ്തിട്ടുണ്ട്, മന്ത്രി തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണം നടക്കുന്നു. പക്ഷേ എത്രമാത്രം ഈ വേണുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നുള്ളതാണ് അറിയേണ്ടതുള്ളത്. മെഡിക്കൽ കോളേജ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതാണ്, ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കുകയാണ് ഡോക്ടേഴ്സ്. ഇന്നിപ്പോൾ കാർഡിയോളജി വിഭാഗം മേധാവിയൊക്കെ മാധ്യമങ്ങളോട് പറയുമ്പോഴും അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, സാങ്കേതികമായും ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ശബ്ദ സന്ദേശം അവിടെ തെളിവായുണ്ട്, ഒപ്പം കുടുംബാംഗങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.